പിണറായി വിജയൻ അയ്യപ്പഭക്തനാണെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിശ്വാസം. മുഖ്യമന്ത്രിയുടെ വിശ്വാസം എന്താണെന്ന് മുഖ്യമന്ത്രിയുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണ്, നമ്മളെ ആരും ബാധിക്കേണ്ട കാര്യമല്ല. പക്ഷേ വെള്ളാപ്പള്ളി പറഞ്ഞ കാര്യം കേൾപ്പിച്ചു എന്നുള്ളൂ. ശ്രീ ജെ.സി. തോമസ്, അവിടെ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞ കസേരകൾ കാര്യമായി വ്യാപകമായി കാണപ്പെട്ടു. 4000 ചില്ലുവാനം ക്ഷണിച്ചതിൽ 600 പേർ മാത്രം വന്നു എന്ന് ആദ്യ കണക്ക് വന്നെങ്കിൽ, എന്നാൽ 4000 എത്രയോ ആളുകൾ വന്നു എന്ന് മന്ത്രി വി എൻ വാസവൻ പിന്നീട് തിരുത്തി. പോട്ടെ, എത്ര ആൾ വന്നു ആയിക്കോട്ടെ. പക്ഷേ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, NSS വൈസ് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ, KPM ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ നഖശികാന്തം എതിർത്ത ശ്രീ പുന്നല ശ്രീകുമാർ അടക്കം അത് വന്നു. അപ്പോൾ അതൊരു ഒരു ഒരു രാഷ്ട്രീയ വിജയം തന്നെയാണ് എന്ന് നിങ്ങൾ വിലയിരുത്തുന്നുണ്ടോ ശ്രീ ജെ.സി. തോമസ്? അതെ, തീർച്ചയായിട്ടും രാഷ്ട്രീയ വിജയത്തിന്റെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്കല്ല, കേരളത്തിലെ വിവിധ മതവിശ്വാസികളെ സംബന്ധിച്ച് സുപ്രധാന കേന്ദ്രമായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അതോടൊപ്പം ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ അന്തസ്സുള്ള മനുഷ്യരുടെ മുഴുവൻ പിന്തുണയോടുകൂടെയും നടത്തപ്പെട്ട പുണ്യമണൽ തീരത്തെ വിശ്വമാനവികതയുടെ മഹാസംഗമം, അങ്ങനെ തന്നെ വേണം ആവർത്തിച്ച് ഊട്ടിയുറപ്പിച്ച് പറയാൻ. ഈ വർഗീയതയുടെ കാളിമ ഇരുൾ പൂക്കുന്ന ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വിശ്വമാനവികതയുടെ മഹാസംഗമം കേരളം സംഘടിപ്പിച്ചു. അത് എല്ലാ അർത്ഥത്തിലും മഹാവിജയമായി മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഏതെങ്കിലും ഒഴിഞ്ഞ കസേരയിൽ ആരെങ്കിലും ചില പാപ്പരാസികൾ പറത്തി പുറത്തേക്ക് വിട്ട ഒഴിഞ്ഞ കസേരയുടെ 1-2 ദൃശ്യങ്ങൾ വെച്ചിട്ടല്ല. ഉദ്ഘാടന സെഷനും കഴിഞ്ഞ് സെമിനാർ സെഷനിലേക്കോ ഭക്ഷണം കഴിക്കാൻ പിരിയുന്ന നേരത്തോ മാത്രം പാപ്പരാസി മനോഭാവത്തോടു കൂടെ ഒളിച്ചിരുന്ന് പകർത്തിയ ഒരു ദൃശ്യത്തെ ചൂണ്ടിക്കാട്ടിയിട്ടല്ല യഥാർത്ഥത്തിൽ ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിന്റെ വിജയത്തെ നമ്മൾ അടയാളം ചെയ്യേണ്ടത്. എന്താണ് യഥാർത്ഥത്തിലുള്ള കണക്കുകൾ? 15-ലധികം വരുന്ന വിദേശ രാജ്യങ്ങൾ, മലേഷ്യയും അമേരിക്കയും കാനഡയും UK തുടങ്ങി ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകത്തെ 15 വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിയത് ഏതാണ്ട് എത്ര ആളുകളാണ്? 182-ലധികം വരുന്ന ആളുകളാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 15 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, 13 ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെ 14 സംസ്ഥാനങ്ങൾ. ആ 14 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം 2125. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം എത്തിയ ആളുകളുടെ എണ്ണം 1545. കേരളത്തിൽ നിന്ന് മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എണ്ണം 1819. ഇങ്ങനെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 15 വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇന്ത്യയിലെ 14 വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ വിശ്വമാനവികതയുടെ മഹാസംഗമത്തിനായി പമ്പയുടെ മണൽപ്പരപ്പിലേക്ക് ഒഴുകിയെത്തിയ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് 4126. ആ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിയിട്ടാണ് ലോകമെമ്പാടുമുള്ള മുഴുവൻ മലയാളികളുടെയും പ്രതിനിധി എന്ന വണ്ണം കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. അതിനെ സംബന്ധിച്ച് സംസാരിക്കവേ ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധികളുടെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം, ഇവർ കുറച്ചധിക ദിവസങ്ങളായി, ഞാൻ ഇദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയില്ല കേട്ടോ, കാരണം ഇദ്ദേഹത്തിനേക്കാൾ 7 ഇരട്ടി വലിപ്പവും പക്വതയുമുണ്ട്, ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മളൊക്കെ കരുതുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതൽ അല്പ ദിവസങ്ങളായി നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം എന്ന് പറയുകയും അതിൽ ചില ആളുകൾ മാത്രം പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൈയോടുകൂടെ പിടിക്കപ്പെടുമ്പോൾ മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസ്സുകാർ നുണ പറയുന്നു എന്നുള്ളത് എന്നെയും സത്യസന്ധമായി ഇത്തരം കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമായിരിക്കില്ല. പക്ഷെ ചില ആളുകളെങ്കിലും അതിൽ കുറ്റമേറ്റു പറയുന്നു, മാപ്പിരക്കുന്നു എന്നുള്ളത് സത്യസന്ധമായി ജനാധിപത്യത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് പ്രതീക്ഷാനിർഭരമാണ്. ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? UP മുഖ്യമന്ത്രിയെ പ്രത്യേകമായി ക്ഷണിച്ചു എന്ന്, അല്ലേ? എവിടെ നിന്ന് ലഭിച്ച വിവരമാണ്? കേരളത്തിലെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. കേരളത്തിലെ സർക്കാരിന്റെ ഭാഗമായിട്ട് എത്ര സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചു? ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും ആർക്കൈവുകളും ഉള്ളൊരു ദൃശ്യമാണ്. ദേവസ്വം ബോർഡിന്റെ വകുപ്പിന്റെ ചുമതല കൂടെ ഉണ്ടായിരുന്ന സഖാവ് വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ആദ്യം ഇതിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിച്ചതും നേരിട്ട് പോയി ക്ഷണം സ്വീകരിച്ചതും ആരെയാണ്? ഇന്ത്യൻ വർഗീയതയുടെ ഏറ്റവും അതിശക്തമായ പ്രതിരോധം ഉയർത്തുന്ന കേരളം പോലെ ഒരു സംസ്ഥാനമായ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, MK സ്റ്റാലിൻ, അദ്ദേഹത്തെയാണ് ക്ഷണിച്ചത്. അനിവാര്യവും ഒഴിവാക്കാൻ പറ്റാത്തതുമായ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ആ മന്ത്രിസഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പ് മന്ത്രിമാരെ, ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രി, IT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പളനിവേൽ ത്യാഗരാജൻ ഉൾപ്പെടെയുള്ള 2 വകുപ്പ് മന്ത്രിമാരെ തമിഴ്നാട് ഇങ്ങോട്ടേക്ക് അയച്ചു. കർണാടകത്തിലേക്ക് ക്ഷണം പോയില്ലേ? ഗോവയിലേക്ക് ക്ഷണം പോയില്ലേ? ആന്ധ്രയിലേക്ക് ക്ഷണം പോയില്ലേ? തെലങ്കാന മുഖ്യമന്ത്രിയെ ക്ഷണിച്ചില്ലേ? പുതുച്ചേരിയിലെയും മഹാരാഷ്ട്രയിലെയും മുഖ്യമന്ത്രിമാരെ ക്ഷണിച്ചില്ലേ? എന്തുകൊണ്ടാണ് തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും ആദ്യം വരാമെന്ന് ഏൽക്കുകയും പിന്നീട് വരാതിരിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്? എന്തുകൊണ്ടാണ്? ഞാൻ ഇപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സൗകര്യപ്പെടുമ്പോൾ കോൺഗ്രസിന് അല്പ സ്വാധീനമുള്ള സംസ്ഥാനമാണല്ലോ തെലങ്കാനയും കർണാടകയും. എന്തുകൊണ്ട് സിദ്ധരാമയ്യ, എന്തുകൊണ്ട് രേവന്ത് റെഡ്ഡി, എന്തുകൊണ്ട് ക്ഷണം കിട്ടിയിട്ടും നിങ്ങൾ ഈ വിശ്വമാനവികതയുടെ മലയാളികളുടെ മഹാസംഗമത്തിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസ് ആയിട്ട് നിങ്ങൾ വന്നില്ല? സമയം കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാരൊന്ന് തിരക്കി പറയണം. അതോ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചതുപോലെ നിങ്ങൾ ബഹിഷ്കരിക്കുകയാണോ? അല്ല. അപ്പോ നിങ്ങൾ പങ്കെടുക്കുവോ? ഇല്ല. ഈ പ്രത്യേക നിലപാടുണ്ടല്ലോ, ബഹിഷ്കരിക്കുകയാണോ? അല്ല. പങ്കെടുക്കുവോ? ഇല്ല.
ആ പ്രത്യേക നിലപാട് ഇന്ത്യയാകെ കർണാടകയിലെയും തെലങ്കാനയിലെയും കോൺഗ്രസ് പകർത്തിയതാണോ എനിക്കറിയില്ല. കോൺഗ്രസ് പ്രതിനിധി അവരുടെ പാർട്ടിയുടെ കാര്യമാണല്ലോ, അദ്ദേഹത്തിന്റെ അവസരം കിട്ടുമ്പോൾ വിശദീകരിക്കണം. പിന്നെ യോഗി ആദിത്യനാഥിന്റെ കത്തിനെ കുറിച്ചൊക്കെ വായിച്ചു. ഞാൻ പറയട്ടെ, വെറുതെ ആ ഒരു ചർച്ചയിലേക്ക് പോകണോ? ഞാൻ അങ്ങയുടെ PCR ടീമിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ കത്തിന്റെ പ്രത്യേകതയല്ല കേട്ടോ. ഇന്ത്യയിലെ കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട മുഖങ്ങൾ, ഇമ്രാൻ മസൂദ് എന്ന പാർലമെന്റ് മെമ്പർ മുതൽ DK ശിവകുമാർ വരെ മാറി മാറി നിന്ന് ഈ യോഗിയെ പുകഴ്ത്തിയിട്ടുണ്ട്. ഞാൻ ജനിച്ചത് ഈ വിഭാഗത്തിലാണ്, മരിക്കുന്നതും ഈ വിഭാഗത്തിലാണ്. അതിന് ശക്തി പകരാൻ സാധ്യതയുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് യോഗി. പറഞ്ഞത് ആരാ? കോൺഗ്രസ് നേതാവേ. എന്നെ കൊണ്ട് ആ ചരിത്രം വിളമ്പിക്കണോ? ആ പറഞ്ഞതിന്റെ വാർത്താ വിശകലനം, ആ വാർത്താ കട്ടിങ് തെളിവായി i24 ന്യൂസിന്റെ PCR ടീമിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇമ്രാൻ മസൂദ് മുതൽ DK ശിവകുമാർ വരെയുള്ള 2024-25 കോൺഗ്രസ് നേതാക്കന്മാർ തൊഴുകൈകളോടുകൂടെ ജയ് ജയ് വിളിച്ച നേതാവാണ് യോഗി. ഞങ്ങൾ ആ ജയ് ജയ് വിളിക്ക് പോയിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം ഒരു മറുപടി കത്ത് ആശംസയോടുകൂടി അയച്ചു. ആ കത്തിൽ പറയുന്നത് എന്താണ്? അങ്ങ് സൂചിപ്പിച്ച വാചകം മാത്രമല്ല, ഇൻക്ലൂസീവ്നെസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാർമണിയെ കുറിച്ച് പറയുന്നുണ്ട്. ഏത്? ഇന്ത്യൻ വർഗീയതയുടെ ഒന്നാന്തരം അപ്പോസ്തലനായ യോഗി മലയാളത്തിൽ കേരളത്തിലെ ഒരു പരിപാടിക്ക് ആശംസ അറിയിക്കേണ്ടതായി വന്നപ്പോൾ ഒന്നാന്തരം വർഗീയവാദിയായിട്ടുള്ള UP മുഖ്യമന്ത്രിക്ക് പോലും ജെക്സി തോമസ്, യോഗി ആദിത്യനാഥ് മതേതരവാദിയായി എന്ന് ജയിക്കുന്ന നിലപാടുണ്ടോ? ആ കത്താണ്. യോഗി ആദിത്യനാഥ് ഒരു തികഞ്ഞ മതേതരവാദിയായി എന്ന നിലപാട് ജയിക്കുന്നുണ്ടോ? അതിന് എന്റെ പേര് DK ശിവകുമാർ എന്നോ ഇമ്രാൻ മസൂദ് എന്നോ അല്ല. ആങ്കർ അത് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ RSSകാരനായ ഒന്നാന്തരം വർഗീയവാദിക്ക് പോലും കേരളത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഒന്നാന്തരം വർഗീയവാദി എന്തുകൊണ്ടാണ് LDF നയിക്കുന്ന സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത്? ശ്രീ ജെക്സി തോമസ്, ഏതാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഒന്നാം നമ്പർ വർഗീയവാദിയെ CPM നയിക്കുന്ന LDF സർക്കാർ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ച് സർവധർമ്മ സമഭാവനയുടെ മണ്ണിൽ നിങ്ങൾ അതിന് വിരുദ്ധനാണെന്നും ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും ആക്ഷേപിക്കുന്ന ഒരാളെ ആ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എന്തിനാണ് ജയ്ക്ക്? അവിടെ അങ്ങ് മനസ്സിലാക്കേണ്ടത്, ഇത് CPIM സംഘടിപ്പിച്ച മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സംഗമവേദിയോ സമ്മേളനമോ അല്ല. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി പ്രഖ്യാപനമോ അതിന്റെ പ്രായോഗികമായ ഒത്തുചേരലോ ആയിരുന്നില്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്പോൺസർ ചെയ്ത് നടപ്പിലാക്കിയ പമ്പയുടെ മണൽപ്പരപ്പിലെ ഒരു സംഗമമായിരുന്നില്ല. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭിമാന കേന്ദ്രമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ആഗോള അയ്യപ്പ സംഗമമാണ്. അതിലേക്കാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പഴയ ABVP-കാരനല്ലേ റേവന്ത് റെഡ്ഡി, അയാളെ ക്ഷണിച്ചില്ല. നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചെങ്കിലല്ല, ഈ യോഗി ആദിത്യനാഥിന് ജയ് വിളിക്കുന്ന ആളല്ലേ കർണാടക ഭരിക്കുന്നത്, അവരെ നിങ്ങൾ എന്തിനു ക്ഷണിച്ചു എന്ന് ആങ്കർ എന്തുകൊണ്ട് ചോദിച്ചില്ല? അപ്പോ യോഗി ആദിത്യനാഥിനെയും MK സ്റ്റാലിനെയും റേവന്ത് റെഡ്ഡിയെയും കർണാടക മുഖ്യമന്ത്രിയും ഒക്കെ നിങ്ങൾ ഒരേ നിലയ്ക്ക് തന്നെയാണോ രാഷ്ട്രീയമായി കാണുന്നത്? ശ്രീ ജെക്സി തോമസ്, ദേവസ്വം ബോർഡ് എന്താണ് ദേവസ്വം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്, CPM-ന്റെ ഇടത് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയാണ്. യോഗി ആദിത്യനാഥ് ആ വേദിയിൽ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട് സർവധർമ്മ സമഭാവനയെ പറ്റി സംസാരിക്കുമായിരുന്നോ യോഗി? രാഷ്ട്രീയമൊന്നുമില്ലേ ജെയ്ക്ക്? അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ശബരിമലയിലേക്ക് എത്തിയ ഭക്തന്മാരുടെ ആഗോള സംഗമം എന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിൽ വിശ്വാസധാരയിൽ രാഷ്ട്രീയ വിശ്വാസം പല രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ടാകാം. അവരിൽ ആര്? ഇതിൽ RSS ഉണ്ടോ? ഇതിൽ കോൺഗ്രസ് ഉണ്ടോ? പകൽ കോൺഗ്രസ് ആയും രാത്രി RSS ആയും പ്രവർത്തിക്കുന്ന മറ്റു ചില പ്രത്യേക അവതാരങ്ങളുണ്ടോ? ഇതൊന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. നിങ്ങൾ അയ്യപ്പ വിശ്വാസിയെങ്കിൽ ശബരിമലയിലൂടെ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയെ നിങ്ങൾ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണം. ഏത് വർഗീയവാദിക്കും ക്ഷണം, അങ്ങനെയാണോ? സ്വീകരിച്ച സമീപനം എന്ന് പറഞ്ഞാൽ CPM രാഷ്ട്രീയമായി ഒന്നാം നമ്പർ വർഗീയവാദിയാണെങ്കിലും ഒന്നാം നമ്പർ മതവിരുദ്ധനാണെങ്കിലും ഒന്നാം നമ്പർ മനുഷ്യവിരുദ്ധനാണെന്നൊക്കെ നിങ്ങൾ ആക്ഷേപിക്കുന്നവർക്ക് അയ്യപ്പ സംഗമത്തിലേക്ക് സ്വാഗതം എന്നാണോ ഇടത് സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ മന്ത്രി VN വാസവൻ അയച്ച കത്ത്? അല്ലാതെ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അയച്ച കത്തല്ല. അങ്ങനെയാണ് നിലപാടെങ്കിൽ ഓക്കെ, നല്ല കാര്യമാണ്, സ്നേഹരാഷ്ട്രീയമാണല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.